എല്ലാവർക്കും RPS ഫുഡ് ആൻഡ് ട്രാവൽ ടെക്കിലേക്ക് സ്വാഗതം. ഞാൻ ഉമേഷ്. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി വീഡിയോ എടുക്കാനാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കോ അല്ലെങ്കിൽ ട്രാവൽ വ്ളോഗ് അങ്ങനെയുള്ള വ്ളോഗുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി വ്ളോഗ് സെറ്റപ്പാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വളരെ നീറ്റായിട്ടും ക്ലീനായിട്ടും ഒരു നല്ലൊരു വ്ളോഗ് സെറ്റപ്പ് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നല്ല അടിപൊളി കാറ്റാണ്. അപ്പോൾ അത് കാരണം ചിലപ്പോൾ വോയിസിനൊരു ചെറിയ പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. എന്നാലും അവസാനം വരെ ഈ വീഡിയോ കാണാൻ മറക്കരുത്. അത് ഭാവിയിലെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിരിക്കും എന്നുള്ളത് ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. അപ്പം നമുക്കതൊന്ന് തുടങ്ങാം. ഒരു ഗോപ്രോയുടെ 7 ബ്ലാക്ക് ആക്ഷൻ ക്യാമറയാണിത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു വ്ളോഗ് സെറ്റപ്പ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ. അപ്പം നമുക്ക് ഇത് ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ക്യാമറയാണ് ഈ ഗോപ്രോ എന്ന് പറയുന്ന 7 സീരീസിലുള്ള ബ്ലാക്ക് ക്യാമറ. അപ്പം ഇത് നമുക്ക് ഇതിൻ്റെ ആക്സസറീസ് ഒന്ന് പരിചയപ്പെടാം. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു സംഭവം ഇതാണ്. ഇത് ഗിംബൽ എന്നാണ് പറയുന്നത്. ഈ സംഭവം നമുക്ക് സിനിമാറ്റിക് ടൈപ്പ് ഷോട്ടുകളൊക്കെ എടുക്കാനും വീഡിയോ ഒക്കെ എടുക്കാനും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ ഗിംബൽ എന്ന് പറയുന്നത്. നമുക്ക് ഈ ഗിംബൽ ഇതിനകത്ത് വെച്ചിട്ട് നമുക്ക് ഇതിനുള്ളിലൊരു മോട്ടറുണ്ട്. അപ്പോൾ ആ മോട്ടർ പ്രവർത്തിപ്പിച്ച് നമുക്ക് വീഡിയോസ് എടുക്കാം. അപ്പം നമ്മുടെ സാധാരണ എടുക്കുന്ന ഷോട്ടുകളേക്കാൾ മനോഹരമായിരിക്കും ഇത് വെച്ചെടുക്കുന്ന ഷോട്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ ഇത് ഇങ്ങനെയാണിത് കണക്ട് ചെയ്യേണ്ടത്. ഇതിനകത്ത് കണക്ട് ചെയ്ത് കഴിയും. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇതിനകത്തെ പവർ ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നേരെയാവും. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മോഡിൽ ഇത് ഉപയോഗിക്കാം. അതായത് നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ അനങ്ങിയാലും എന്ത് ചെയ്താലും ഈ ക്യാമറ പക്ഷേ നമ്മുടെ എവിടെയാണ് ഫോക്കസ് ചെയ്തേക്കുന്നത് അതിനകത്തോട്ട് തന്നെ ഇരിക്കും. അതിലോട്ട് തന്നെ ഫോക്കസ്ഡ് ആയിട്ടിരിക്കും. നമുക്ക് കൈയിട്ട് കുലുക്കിയാലും എന്ത് ചെയ്താലും ഇത് മാറുന്നില്ല. അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് മൂവ്മെൻറ്റ്സ് ഒക്കെ എടുക്കാൻ ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് സ്വിച്ച് ഞെക്കി കഴിഞ്ഞാൽ അത് അങ്ങോട്ടും കറങ്ങും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് നല്ല സ്മൂത്തായിട്ടുള്ള വീഡിയോസ് കിട്ടും മേലോട്ട്. ഇങ്ങനെ നമുക്ക് എവിടോട്ട് വേണേലും ഇത് ചെയ്യാം. അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മൂവ്മെൻറ്റ്സ് ഒക്കെ നല്ല ഫ്ലോയിൽ എടുക്കാൻ പറ്റും. അതാണ് ഈ ഗിംബൽ കൊണ്ടുള്ള ഉപയോഗം. അടുത്തതെന്ന് പറയുന്നത് ഇത് എന്ന് പറയുന്നത് വസാബി പവറിൻ്റെ ഒരു പവർ ഹാൻഡ് ഗ്രിപ്പാണ്. പവർ ഹാൻഡ് ഗ്രിപ്പ് എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് ഇതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യാനും ഇതിനകത്ത് ബാറ്ററി ഉണ്ട്. ഇതൊരു റീചാർജബിൾ ബാറ്ററി ഇതിനുള്ളിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കാനും ഒക്കെ ഇത് ഉപയോഗിക്കുകയും ചെയ്യാം. കൊണ്ട് നടന്ന് ഉപയോഗിക്കാം. ഒരു മിനി പോഡ് പോലെ നമുക്ക് ഇരിക്കും. അപ്പം അതിനൊപ്പം തന്നെ അതേ സമയത്ത് തന്നെ നമുക്ക് ചാർജ് ചെയ്യാനും ഇത് വെച്ച് പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത്. പലപ്പോഴും ഈ ഗോപ്രോ ക്യാമറയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി പെട്ടെന്ന് കഴിഞ്ഞു പോകുന്നുള്ളതാണ്. അപ്പോൾ അതിന് നമുക്ക് ഇത് ഉപയോഗിക്കുന്നത് വഴി അതിനൊരു പരിഹാരമാവും. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് വീഡിയോ എടുക്കുന്നതിനൊപ്പം തന്നെ ഇതിനെ ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കാം. അടുത്തതായി ഇതെന്ന് പറയുന്നത് ഒരു ഈ ഗോപ്രോയുടെ അഡാപ്റ്ററാണ്. ഈ ഗോപ്രോ മൈക്കുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിലോ എന്തെങ്കിലും ഇതുമായിട്ട് കണക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ തന്നെ ഈ അഡാപ്റ്റർ വാങ്ങിയാൽ മാത്രമേ നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. വേറെ ഒരു മാർഗ്ഗവും ഇല്ല. അപ്പം ഇതിൽ കണക്ട് ചെയ്തിട്ട് ഇതിനകത്ത് വേണം നമുക്ക് മൈക്കോ അങ്ങനെയുള്ള എന്തെങ്കിലും നമുക്ക് കൊടുക്കാനായിട്ട് ഇത് വേണം. പിന്നുള്ളത് ഇത് ഗോപ്രോയുടെ ബാറ്ററി ചാർജറാണ്. അപ്പോൾ ഇതിൽ 2 ബാറ്ററി നമുക്ക് ഒരേ സമയത്ത് ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇതെന്ന് പറയുന്നത് ഗോപ്രോയുടെ ഒരു കവറാണ്, ഒരു കേസാണ്. ഈ കേസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേറെ ഒരു കേസുകൾക്കും ഇതിനകത്ത് ഈ അഡാപ്റ്റർ വെക്കാൻ വേറെ ഒരു ഇതുപോലുള്ള ഒരെണ്ണത്തിലും നമുക്ക് അഡാപ്റ്റർ വെക്കാൻ പറ്റില്ല. അപ്പം അഡാപ്റ്റർ എന്ന് പറയുന്നത് വെറുതെ ഇങ്ങനെ കിടക്കും. അപ്പോൾ അതൊരു വൃത്തികേടായിട്ട് മാറും. വ്ളോഗ് ചെയ്യുന്നവർക്കൊക്കെ അത് കൊണ്ട് നടക്കുമ്പോൾ ഒരു വൃത്തികേടായിട്ട് തോന്നും. പക്ഷേ ഇതാണെങ്കിൽ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് അഡാപ്റ്റർ നമുക്ക് വെക്കാം. അതിപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നതെന്ന്. അപ്പോൾ ഇത് ഞാൻ കണക്ട് ചെയ്യുവാണ്. എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനുള്ളിൽ ക്യാമറ ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ വരുന്നുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ ഇത് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ നല്ല വൃത്തിക്ക് ഈ സംഭവം ഇങ്ങനെ ഇരിക്കും. അതിനൊപ്പം നമുക്ക്
ഇതിലിത് ഇങ്ങനെ കണക്ട് ചെയ്യാം. ഇങ്ങനെ ഇത് നമുക്ക് ഉപയോഗിക്കാം. ഒപ്പം തന്നെ ഇതിനകത്തുനിന്ന് നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യാൻ ഇതിലേക്ക് ചാർജ് ചെയ്യാം. അതിനിവിടെ ഒരു ഹോളുണ്ട്, പിന്നുണ്ട്, അതിലേക്ക് കണക്ട് ചെയ്യാം ഇതിനകത്തുനിന്ന്. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമെന്ന് പറഞ്ഞാൽ ഇതിൽ മൈക്ക് ഉണ്ട്. പക്ഷേ എന്നാൽ പോലും ശബ്ദത്തിന് നല്ല ക്ലാരിറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കിതിനകത്തൊരു എക്സ്റ്റേണൽ മൈക്ക് ഫിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം അതിനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ട്. നമുക്ക് ഇല്ലെങ്കിൽ നമ്മൾ വേറെ സംഭവം വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അപ്പം കാര്യം നമുക്കിവിടെ ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ച് ചെയ്യുന്ന സമയത്ത് സെൽഫി രീതിയിൽ എടുക്കണം എന്നുണ്ടെങ്കിൽ സ്ക്രീൻ ബാക്കിലായതുകൊണ്ട് നമുക്ക് ഇതിനകത്തൊരു മൊബൈൽ സ്ക്രീൻ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സ്ഥലം ഒഴിച്ചിട്ടേക്കുന്നത്. അപ്പം നമുക്ക് മൈക്ക് ഇവിടെ ഫിറ്റ് ചെയ്യേണ്ടി വരും, സ്ക്രീൻ ഇവിടെ വയ്ക്കാം. അപ്പോൾ അടുത്തതായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് മൈക്ക് എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ടാണ് തൻ്റെ ഈ ഒരു സാധനം, അതിന് വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ നമുക്ക് ഇതിനകത്ത് സ്ക്രൂ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഇത് സ്ക്രൂ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് വേറൊരു സാധനം കൂടി ഇതിനകത്ത് നമുക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മൈക്ക് ഇവിടെ വയ്ക്കാം. വേണമെങ്കിൽ ഇനി ലൈറ്റോ വല്ലതും വേണം എന്നുള്ളവർക്ക് ലൈറ്റ് ഇവിടെ വയ്ക്കാം. വേറെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതിവിടെ വയ്ക്കാം. അപ്പോൾ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതൊരു മൈക്കാണ്. ഇത് കാറ്റടിക്കുമ്പം നമുക്ക് സംസാരിക്കാം. അപ്പം വിൻഡിൻ്റെ പ്രശ്നം വരത്തില്ല ഇത് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ഇതിൽ ഫിറ്റ് ചെയ്യാം. അപ്പോൾ മൈക്കായി കഴിയും. ഇത് വെക്കണം എന്നുണ്ടെങ്കിൽ ഇത് വയ്ക്കാം. അപ്പോൾ നമുക്ക് മൈക്കായി കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഒരു സ്ക്രീനാണ്. അപ്പോൾ നമുക്ക് സ്ക്രീൻ എങ്ങനെയാണ് ഇത് ഫിറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് 2 ഓപ്ഷൻസാണുള്ളത്. എന്തായാലും ഇങ്ങനെ ഒരു സാധനം നമുക്ക് ഉപയോഗിച്ച് പറ്റും. ഒരു സ്മോൾ റിഗാണ് ഈ സാധനം. ആദ്യം ഫിറ്റ് ചെയ്യണം. നമുക്ക് 2 ഫോൺ ഹോൾഡറാണ് ഇപ്പോൾ ഉള്ളത്. ഒന്നിത്. അപ്പം കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ളത് ഇതാണ്, പക്ഷേ കുറച്ചുകൂടെ നല്ല വൃത്തിയുള്ളത് ഇതാണ്. ഞാൻ ഇതാണ് ഇപ്പോൾ തൽക്കാലം ഉപയോഗിക്കുന്നത്. ഇതിലിത് ആദ്യമേ സ്ക്രൂ ചെയ്യണം. അതിനുശേഷം ഇതിലേക്ക് കയറ്റി വയ്ക്കാം. അതിനുശേഷം ഇതിൻ്റെ നട്ട് മുറുക്കി കൊടുത്താൽ മതി. അപ്പോൾ അതായി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഫോൺ എങ്ങനെ വയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വ്ളോഗിൻ്റെ സെറ്റപ്പ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് അഡീഷണൽ ആയിട്ട് ലൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പം രാത്രിയിലൊക്കെ ഷൂട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ ലൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്ഥലമുണ്ട്. ഇതുപോലെ തന്നെ ഇവിടെ ലൈറ്റ് വയ്ക്കാം. അതിന് നീളം കൂട്ടാൻ വേണ്ടിയിട്ടൊരു ഇതുണ്ട്. അത് വെച്ച് നീളം കൂട്ടി ഇങ്ങനെ വെക്കാം. അപ്പോൾ നമുക്ക് അതുമായി കഴിഞ്ഞാൽ എല്ലാമായി. മൈക്കിന് മൈക്കായി, ലൈറ്റ് വെക്കുന്നവർക്ക് ലൈറ്റായി, സ്ക്രീൻ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനായി. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ നമുക്ക് സ്ക്രീൻ കാണാൻ പറ്റും. സ്ക്രീനിലൂടെ നമുക്ക് നമ്മളെ തന്നെ കാണാൻ പറ്റും. അപ്പം കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഇത് ചിലർ വെക്കാറില്ല. കാര്യം ഈ ക്യാമറയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നല്ല വൈഡ് ആംഗിളിൽ ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എങ്ങനെ വെച്ച് പിടിച്ചാലും നമ്മളെ കിട്ടും. അതുകൊണ്ട് ഇതിൻ്റെ ആവശ്യം കൂടുതലായി വരുന്നില്ല. പിന്നെ ഒരു കോൺഫിഡൻസിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇത് നമുക്ക് വയ്ക്കാവുന്നതേ ഉള്ളൂ സ്ക്രീൻ. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് ഗോപ്രോയുടെ ഒറിജിനൽ ആക്സസറിയാണ്. ഇതെന്ന് പറയുന്നത് നമുക്ക് വെള്ളത്തിനടിയിലോ വെള്ളത്തിലിറങ്ങുമ്പോഴോ ഒക്കെ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് അതിൻ്റെ ഒരു ഹാൻഡിലാണ്. ഇത് വാട്ടർ പ്രൂഫാണ്. ഈ ക്യാമറയും വാട്ടർ പ്രൂഫാണ്. പക്ഷേ നമ്മൾ ക്യാമറ എന്ന് പറയുന്നത് ഏകദേശം 30 ഫീറ്റോ മറ്റേ വെള്ളത്തിനടിയിൽ വരെ വാട്ടർ പ്രൂഫ് ആയിരിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് അതിൽ കൂടുതൽ പോകണമെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു വാട്ടർ പ്രൂഫ് കേസ് കിട്ടും. ഇത് നമ്മൾ മേടിച്ചിട്ട് ഇതിനകത്ത് നമ്മൾ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ഫുള്ളി വാട്ടർ പ്രൂഫാണിത്.
നന്നായിട്ട് ടൈറ്റായിട്ടിരിക്കും. ഇവിടെ ബീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ക്യാമറ ഉള്ളിൽ വെച്ചിട്ട് ഇത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ വെള്ളം കയറില്ല. ഇതിൻ്റെ ഇതുവഴി നമുക്ക് ഷൂട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. നല്ല ക്ലാരിറ്റി ഉള്ള ഒരു ഗ്ലാസ്സാണ് ഈ സാധനം. അപ്പോൾ ഇതിനകത്ത് ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് വെള്ളത്തിനടിയിൽ ഷൂട്ട് ചെയ്യാം. വെള്ളത്തിന് മേളിലോ വെള്ളത്തിനടിയിലോ ഒക്കെ ഷൂട്ട് ചെയ്യാം. ഇത് രണ്ടും വാട്ടർ പ്രൂഫാണ്, ക്യാമറയും വാട്ടർ പ്രൂഫാണ്. അതിനുള്ളതാണ് ഇത്. ഇനി ഇതെന്ന് പറയുന്നത് നമുക്ക് തലയിലിട്ടിട്ട് നമുക്ക് ഇപ്പം സൈക്ലിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ ഇത് തലയിലിട്ടിട്ട് ഇതിനകത്ത് ക്യാമറ വയ്ക്കാം. ഇതിൽ ക്യാമറ വെച്ചിട്ട് സൈക്കിൾ ചെയ്യണം. അതിനുള്ളതാണ് ഈ സാധനം. പിന്നെ ഇതൊരു സാധാരണ ഒരു കേസാണ്. അത് ഇതിലോ നമുക്ക് വെച്ച് സാധാരണ രീതിയിലുള്ള ഷൂട്ടിങ്ങിനും കാര്യങ്ങൾക്കും ഒക്കെ ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ആക്സസറീസിൻ്റെ കാര്യം. അപ്പം നമ്മുടെ വ്ളോഗ് സെറ്റപ്പ് ഇതാണ്. നല്ല ഇതുപോലെ വൃത്തിക്കൊരു വ്ളോഗ് സെറ്റപ്പ് ചെയ്യാൻ വലിയ പാടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഡാപ്റ്ററൊക്കെ നമുക്ക് ഇതിനകത്ത് വെക്കാൻ പറ്റുന്ന ടൈപ്പ് കേസ് ഇതൊരെണ്ണമേ ഉള്ളൂ. ഇതിനകത്ത് വെച്ച് കഴിയുമ്പോൾ നല്ല വൃത്തിയായി. ഇല്ലെങ്കിൽ ഇതിങ്ങനെ ബാക്കിലോ ഫ്രണ്ടിലൊക്കെ തൂങ്ങിക്കിടക്കും. അപ്പോൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുമ്പോഴത്തേക്ക് അതൊരു ഭയങ്കര വൃത്തികേടാണ്. ഇതെന്ന് പറഞ്ഞാൽ നല്ല രസമാണ്. ഇപ്പം നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു വ്ളോഗ് സെറ്റപ്പാണിത്. ആവശ്യത്തിനെല്ലാം ഉണ്ട്. ലൈറ്റ് കൂടെ വെച്ചാലും നല്ല ക്ലീൻ ആയിട്ടിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഈ ക്യാമറയുടെ സെയിം ഇതിൻ്റെ തന്നെ ആപ്പ് നമുക്ക് ഇതിനകത്തിട്ടിട്ട് നമുക്ക് ലൈവായിട്ട് ഷൂട്ട് ചെയ്യുന്നത് ഇതിനകത്ത് കാണാം. നമ്മുടെ ഫേസ് ആപ്പ് വഴിയാണ് ഇത് കാണാൻ പറ്റുന്നത്. ആപ്പ് ഇതിനകത്ത് ഇടണം. അപ്പം ഇതാണ് ഇതിലെ ഏറ്റവും നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു സെറ്റപ്പ് എന്ന് പറയുന്നത്. വ്ളോഗ് സെറ്റപ്പ് എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾക്കിത് കഴിയുമെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ഇതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇനി മറ്റൊരു കാര്യം വേറൊന്നല്ല, നമ്മുടെ പഴയ ഗിവ് അവേ വീഡിയോയെ പറ്റിയാണ്. അതിനകത്ത് അതിൻ്റെ സമയമൊക്കെ അടുത്ത് വരുവാണ്. ഒരു ഓഗസ്റ്റ് 15-നാണ് നമ്മുടെ ഒരു ഗിവ് അവേയുടെ ഡേറ്റ്. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് 3K സബ്സ്ക്രൈബർ ആകുമ്പോഴാണ് മറ്റത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ചാനലിൽ പോയി ആ വീഡിയോ ഒന്ന് കാണണം. കണ്ടിട്ട് നിങ്ങളും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. മാക്സിമം പാർട്ടിസിപ്പേഷനാണ് നമുക്ക് ആവശ്യം. അതിനൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാം നന്നായിട്ട് ഇത് ഷെയർ ചെയ്യണം. എങ്കിലും നമുക്ക് എല്ലാവരോടും താഞ്ഞ് പിടിച്ചാലേ നമുക്ക് ആ ടാർഗറ്റിൽ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മാക്സിമം എഫർട്ട് എടുത്ത് നമ്മളെ ബൂസ്റ്റ് ചെയ്യണം. അപ്പം നിങ്ങൾ ആരെങ്കിലും അത് കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ അത് ഇപ്പോൾ തന്നെ അതൊന്ന് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റുകൾ ഇടണം, ലൈക്ക് ചെയ്യണം. അപ്പം അതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ അതൊക്കെ ചെയ്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഗിവ് അവേ കൊടുക്കാനുള്ള ഏർപ്പാട് നിങ്ങളൊന്ന് ചെയ്ത് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. അതുവരേക്കും ബൈ.